ചിന്നക്കനാലിൽ മാത്രമല്ല ജില്ലയുടെ പല ഭാഗത്തും വനം വകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന് മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. വനം വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് നടക്കുന്നതെന്നും റോയ് കെ പൗലോസ് കുറ്റപ്പെടുത്തി. രാജഭരണകാലത്ത് പോലുമില്ലാത്ത ധിക്കാരവും അഹങ്കാരവുമാണ് ജില്ലയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ചു. അതിൽ റവന്യൂ വകുപ്പിന് വീഴ്ചയുണ്ടെന്നും ചിന്നക്കനാലിൽ ഒരിഞ്ച് പോലും വനം വകുപ്പിന് ഭൂമിയില്ലെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. അവരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത അഹങ്കാരവും ധിക്കാരവുമാണ് ഈ ജില്ലയിലെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കുരിശ് പറിച്ചുകൊണ്ട് പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ കുരിശ് പറിച്ചുകൊണ്ട് പോകും. ഏതാ കൈവശ ഭൂമിയിലിരിക്കുന്ന കുരിശാണ് പറിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വേണ്ട. ഇപ്പൊ സിമന്റ് പാലത്ത് ചിന്നക്കനാൽ പഞ്ചായത്തില് ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. അവിടെ എത്രയോ കാലമായിട്ട് അത് റവന്യൂവിന്റെ കയ്യിലിരിക്കുന്ന ഭൂമിയാണ്. ഈ കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചിന്നക്കനാൽ വില്ലേജിൽ എന്റെ അറിവിൽ അവിടെ വനം വകുപ്പിന് ഒരു ഇഞ്ച് പോലും ഭൂമിയില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടാവുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ജില്ലയ്ക്കെതിരായ വാദമുഖങ്ങൾ കോടതിയിൽ ഉയർത്തുകയാണെന്നും റോയ് കെ പൗലോസ് കുറ്റപ്പെടുത്തി. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ഈ ജില്ലയിലെ ജനങ്ങൾക്കെതിരായി നിരന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നു. ആ വാദമുഖങ്ങളാണ് കോടതി മുഖവിലേക്ക് എടുക്കുന്നത്. അപ്പൊ അമിക്കസ് ക്യൂറിയായിട്ട് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും രണ്ട് പ്രധാനപ്പെട്ട അമിക്കസ് ക്യൂറികളെ ഈ ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് ഹരീഷ് വാസുദേവനെ പോലെയുള്ള ആളുകളെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അവരൊക്കെ തീവ്ര പരിസ്ഥിതിവാദികൾക്ക് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ജനങ്ങൾക്കെതിരായി നിരന്തരമായി ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയാണ് ഗവൺമെന്റിന് വേണ്ടി സർക്കാരിന് വേണ്ടി അവിടെ വാദിക്കുന്നത്. ജനങ്ങൾക്ക് ദ്രോഹകരമാവുന്ന ഓരോ വിധിയും സർക്കാർ ചോദിച്ച് വാങ്ങുകയാണ്. അതിനായി സർക്കാർ വക്കീലന്മാരെ ഉപയോഗിക്കുകയാണെന്നും വിധി വന്നാൽ കോടതിയുടെ മേൽ ചാരി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത്തരം കാപട്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും റോയ് കെ പൗലോസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.